അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ആരാജ് എപ്പോഴും പായും രാവിലെ കല്യാണം കാച്ചുന്നേന്. പക്ഷേ ഐ ലവ് യു പറഞ്ഞ എന്നോരല്ലേ? ആരാജപ്പി നീനുമാമിന്റെ മോല ഫ്രണ്ട് ബെഞ്ചിലയച്ചിന്. മേം ആരാജപ്പിയെ മോത്തിനും വാക്ക് പോയില്ല. ഞാൻ ഇന്നലെ ബസ്സിൽ വെത്തിയപ്പോൾ കുറേ വാക്ക് പറഞ്ഞു. പക്ഷേ ആരാജപ്പി വെത്തിയ ഒന്നും പറയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ക്ലാസ്സിൽ സംസാരിച്ചു പറഞ്ഞ് എന്നെ വാക്ക് പറഞ്ഞു. ആര് കൊല്ലാലോ ആദ്യം പോലൊന്നും പറഞ്ഞില്ലേ? അമ്മ എപ്പോഴും പറയും ഞാൻ കുത്തിക്കരി കച്ചോൻ്റെ അമ്മ വാക്ക് പറഞ്ഞേന്. ആ ഷൂല് പച്ചതിന് മുന്നേ ഞാൻ വേറെ ഷൂലായിരുന്നു. അവന് പറഞ്ഞ് വിറ്റായോന്നാ അമ്മ പറഞ്ഞ്. ഓറ്റെ എൻ്റെ ഷൂലിൽ ആരാധിപ്പി ഇല്ലല്ലോ. അവിടെ നമ്മച്ച് രണ്ടാളും അരിച്ച് പൊളിച്ചാമേ. പിന്നെ ഒരു ഷീറ്ററ്റുണ്ട്. എന്താ രണ്ട് ശീല ഷാരോൺ ചേച്ചിനോട് മിണ്ടാൻ പോയില്ലേ? ചേട്ടന് ഗേൾസിന് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ആദ്യമോനോട് മിണ്ടാനേ പറ്റില്ല. അതിൻ്റെ എന്നോട് മിണ്ടാച്ചേ എൻ്റെ ഫ്രണ്ടായൻ്റെ. ഞാനും ചേച്ചന് ആദ്യമല്ലേ. ഇന്നാലും ചേട്ടൻ്റെ ക്ലാസ് ടീച്ചർ വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനത് കണ്ട് ചിച്ചുവിന് പറഞ്ഞ് എൻ്റെ പുതിയ വെള്ള ഷൂവിൽ ചവിട്ടി. ഞാൻ ടീച്ചർ ചവിട്ടി ആ കൊങ്ങനെ കബീഷ ഞാൻ വെച്ചുഞ്ഞേ. കബീഷ ആരാ? എനിക്ക് അഞ്ഞൂല. പാപ്പയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ശരിക്കും കബീഷിനെ പോലെ ഇന്നെ. അതുകൊണ്ട് മാത്രം ഞാൻ ചേട്ടനെ ഇരിച്ച് ചമ്മന്തി അച്ചിയില്ല. ഷൂല് ചൊന്നെ പൂത്തിനൊപ്പിട്ട് പോവായിരുന്നു. ആരെ ഷൂലാറ്റുന്നേ? പ്യൂന് മാമന്. എന്നെ ഷൂലാറ്റിനിട്ട് ഒറ്റുന്നേ മാമനാ. മാമന് പനിയായിട്ടാവും ഇപ്പൊ ഷൂലാറ്റ് ആയി മാറിപ്പറ്റ് വരുന്നോലും. ഇതുപോലെ ഒരുപാട് സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായി അവർ രണ്ടുപേരും തർക്കിക്കുമ്പോഴാണ് വിഷൻ അതിലേക്ക് ചേക്കേറുന്നത്. പിന്നെ പറയണ പൂരം ചിരിയും തമാശയും തുടങ്ങി ഒടുവിൽ കൂട്ടയടിയിലാണ് ആ യോഗം അവസാനിച്ചത്. സ്റ്റേഷനിൽ നിന്നും വന്നപ്പോൾ മുതൽ കാര്യമായി എന്തൊക്കെയോ ആലോചിച്ച് നടക്കുന്ന ഡെവിയാണ് വൈകി കാണുന്നത്. കുളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പെട്ട ആളാ. യൂണിഫോം പോലും മാറാത്തത് എന്തോ ആലോചിച്ചിരിക്കുവാ. താൻ താഴേക്ക് നിൽക്കും, ഞാൻ വന്നേക്കാം. എന്ത് പറ്റിച്ചായ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ സ്റ്റേഷനിൽ ഓരോ പ്രശ്നങ്ങളാ. വേഗം വാ, നല്ല ചൂട് ഉള്ളിയോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ജോയില്ലേ താഴെ? ഉണ്ട്, പിള്ളേരുടെ കൂടെ ടി വി കാണുക. ശരി ഞാൻ വന്നേക്കാം. വൈക തലയാട്ടി താഴേക്ക് നടന്നു. ഡെവി ബാത്റൂമിലേക്കും. ഇത്ര നേരമായിട്ടാണ് കുളി കഴിഞ്ഞില്ലേ? ഞാൻ ചെന്നപ്പോൾ എന്തോ ആലോചിച്ചിരിക്കുക. സ്റ്റേഷനിലാണെന്ന് പറഞ്ഞത്. കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത്. ടെൻഷൻ പിടിച്ച പണിയല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ട് കാണും. വിഷനും പറഞ്ഞു. കുഞ്ഞു കാര്യം പോലെ അവന് ടെൻഷനാ. പിന്നെ ഈ പണിയുടെ കാര്യം പറയണോ? അതെങ്ങനെ ഒരു ചെറുക്കന്? അല്ല പിള്ളേരെ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂൾ തുറക്കുമല്ലേ. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എവിടെയൊക്കെ പോയിട്ട് വന്നൂടെ? ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായെന്ന് അറിയോ? അമ്മച്ചി പുതിയ വല്ല റബ്ബർ തൈയും വാങ്ങണമെന്ന് പറഞ്ഞ് ഇപ്പൊ കോട്ടയത്തേക്ക് ഓടുന്നത് കാണാം. എന്നാടാ ജോയി ചെയ്ത് വന്ന് വന്ന് നീ എന്നേക്കാൾ വയസ്സായതുപോലെയാ പെരുമാറുന്നത്. ദൂരെ നിന്ന് യാത്ര ചെയ്യാൻ വയ്യ. അല്ലായിരുന്നെങ്കിൽ ഈ പിള്ളേരെയും കൊണ്ട് ഞാൻ പോയേനെ. ആരോഗ്യമുള്ള കാലത്ത് അതുപോലെ ജീവിക്കണം. എന്നും ആ റബ്ബർ തന്നെയല്ലേ നീ കാണുന്നത്? വല്ലപ്പോഴും വേറെ വല്ല മരവും ഈ കാണടാ. അന്നമ്മ കത്തി കയറുവാണല്ലോ, എന്നതാ കാര്യം? മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് ഡെവി ചോദിച്ചു. ഞങ്ങൾ ടൂര് കൊണ്ടാറ്റോൻ്റെ ജോപ്പാപ്പി വാക്കുപ്പായുക കേറ്റോറ്റോ. ഈ തിരക്കിനിടയിൽ എങ്ങനെ മാറി നിൽക്കാൻ അമ്മച്ചി? കുടുംബത്തിന് വേണ്ടി കൂടി സമയം കണ്ടെത്തണം. നിന്റെ കേട്ട് കഴിഞ്ഞ് ഇത്ര ദിവസമായേ. ഇവൻ ഇവിടെയും കൊണ്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാ, ഇന്നും രണ്ടിന് സമയമില്ല. അങ്ങനെയുള്ളവന്മാരെ പെണ്ണ് കെട്ടരുത്. പിള്ളേരെ നിങ്ങൾ ഇവന്മാരെ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞേര്. വല്ലയിടത്തുമൊക്കെ കൊണ്ടുപോകുന്ന നല്ല ചെറുക്കന്മാരെ അമ്മച്ചി കണ്ടുപിടിച്ച് തരാം. ജോയും ഡെവിയും പകച്ച അമ്മച്ചയെ നോക്കി. പെൺപിള്ളേരാണെങ്കിൽ പൊട്ടി വന്ന് ചിരിയടക്കി കെട്ടിയവന്മാരെ പൂജിച്ചു. വേണ്ട അമ്മമ്മേ, പാപ്പ പാവല്ലേ. പാപ്പ ഡിവോഴ്സ് ചെയ്യണ്ട. ജോ പാപ്പ ചെയ്യുന്നോ എന്നെ കൊച്ചേ? പാപ്പ ടൂര് കൊണ്ടയില്ലേ. വേറെ പപ്പയെ കല്യാണം കഴിച്ച അമ്മയോട് പറയാം. അതെ എവിടുന്നും പോയി. ഇപ്പം എന്താ പ്രശ്നം? ടൂറല്ലേ, കൊണ്ടുപോകാം പോരെ? അത് കേട്ടാ മതി. എങ്ങോട്ട് പോകാനാ? അടുത്ത് വലതും പോരെ. അതാണെങ്കിൽ രാവിലെ പോയാൽ വൈകിട്ട് വീട്ടിലെത്താം. എന്നാ പിന്നെ ഇവിടെ തന്നെ നിന്നാ പോരെ. പോകുവാണെങ്കിൽ കുറച്ച് ദിവസം പോയി അടിച്ച് പൊളിച്ചിട്ട് വരണം. ദൂരെ എവിടെയെങ്കിലും പോയാൽ മതി. എന്നാ പിന്നെ കൊടൈക്കനായി പോവാം. ഇപ്പൊ ട്രെൻഡിങ് അല്ലേ? ഏത്? ആ ചെറുക്കൻ കുഴിയിൽ വീണ സ്ഥലോ? സിനിമ കണ്ടിട്ട് തന്നെ മനുഷ്യന് നല്ല ജീവൻ പോയിരിക്കുക.
അപ്പോഴാ പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റിയ സ്ഥലം. എൻ്റെ അമ്മച്ചി, ആ കുഴിയെല്ലാം അങ്ങ് താഴെയാ. കോളേജിൽ നിന്ന് ഞാൻ ഐ വി പോയപ്പോൾ കണ്ട സ്ഥലമാ. നല്ലതാ. പോകുമ്പോൾ അവിടെ കൂടി കയറിയാലെന്നാ. പിള്ളേരെ നോക്കാൻ ഞങ്ങളില്ലേ? എനിക്ക് അവരെയല്ല, നിങ്ങളെയാ പേടി. അതുങ്ങൾ എവിടെയെങ്കിലും വീട് വള്ളിയിൽ തൂങ്ങിയാണെങ്കിലും വീട്ടിൽ വരും. നീയൊക്കെ രണ്ടും കൂടി കള്ളും വലിച്ചു കയറ്റി ആ കുഴി കാണാൻ പോയാലേ എനിക്ക് പേടിയാ. ആ വഴിക്ക് പോയേക്കരുത് ഒറ്റൊരെണ്ണം. കള്ളോ ഞങ്ങളോ? ഓ, ഒന്നും അറിയാത്ത ഇള്ള കുഞ്ഞുങ്ങൾ. ഞാൻ കണ്ടതാടാ മൂക്കറ്റം കള്ളും വലിച്ചു കയറ്റി വന്ന നിങ്ങളെ ഇവളുമാർ രണ്ടും കൂടി കിണറ്റിൻകരയിലിട്ട് വെള്ളത്തിൽ മുക്കുന്നത്. ഗുണക്കാവുന്ന പേര് പറഞ്ഞു പോവല്ലേ ഇവിടെ ആരും. വേറെ എവിടെ വേണേലും പോയിട്ട് വന്നേ. കുറെ നേരമായുള്ള കാര്യമായി ആലോചിച്ചിരിക്കുന്നു. പഴയതുപോലല്ല, അമ്മച്ചി സീരിയസ് ആണ്. നിന്നോട് മോളിക്കുട്ടിയെ കൊണ്ട് ഹണിമൂണ്ട് പോകാൻ എത്ര പറഞ്ഞതാ. അന്ന് പോയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നോ? പേരച്ചുവട്ടിൽ നിന്ന് കാര്യമായി ചർച്ചയിലായിരുന്ന രണ്ടുപേരും. നീയും കെട്ടിയിട്ടിരിക്കല്ലേ, വൈകിയും കൊണ്ട് എവിടെയും പോകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ചോദിച്ചിട്ടേ ഉള്ളൂ. അതിനിടയിൽ ലീവ് എടുക്കാനൊന്നും മുക്കില്ലടാ. അമ്മച്ചിയോട് പറഞ്ഞാൽ ഇപ്പോഴോട്ട് മനസ്സിലാവുകയില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവരുടെ അടുത്തേക്ക് ഇരുന്ന് കൊണ്ട് വൈക പറഞ്ഞു. അപ്പുറത്തായി മോളിക്കുട്ടിയിരുന്നു. താഴത്തേലെ ജേക്കബിന് അറിയില്ലേ, അവൻ്റെ അമ്മച്ചി ഇന്ന് രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അവരാ പറഞ്ഞത് അവരും ഭാര്യയും പിള്ളേരും കൂടി ടൂറ് പോയേക്കുവാണെന്ന്. കൂട്ടത്തിൽ പിള്ളേരാരും എങ്ങും ടൂറൊന്നും പോകുന്നില്ലല്ലോ എന്നമ്മേന്നൊരു കുത്തലും. ചുമ്മാതല്ല അമ്മച്ചിപ്പം ഇത് പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ ലീവ് എടുക്കാൻ ഒക്കില്ല. ഇപ്രാവശ്യം ഞങ്ങൾ ക്ഷമിക്കാം. പക്ഷെ ഇതിൻ്റെ കൂടി ചേർത്ത് നല്ലൊരു ടൂറ് കൊണ്ടുപോകേണ്ട രണ്ടുപേരും കൂടി പ്രോമിസ് ചെയ്തു തരണം. അല്ലെങ്കിൽ അന്നക്കൊച്ചിനെയും ആദ്യം വിട്ട് കൂടുതൽ അലമ്പാക്കും. അയ്യോ വേണ്ടായേ, ഇത് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അതുങ്ങൾ രണ്ടും കൂടി ഇറങ്ങിയ ഇപ്പം തന്നെ തുണിയും മണിയും കെട്ടി ഇറങ്ങേണ്ടി വരും. താങ്ക്സ്. ഡെബി വൈകിയെ ചേർത്ത് പിടിച്ചു. ഇത് നിന്റെ ബെഡ്റൂമല്ല, ഈ വക താങ്ക്സ് സൂര്യക്ക് അവിടെ മതി. മോനെ കയ്യങ്ങ് എടുത്തേ. വൈക ചമ്മലോടെ മോളിക്കൂട്ടിട്ട് പിന്നിലേക്ക് മാറി നിന്നു. അല്ല, ഇതിനിടയിൽ ഒന്നും ആവാതെ കേൾക്കുന്ന വേറൊരു കാര്യമുണ്ടല്ലോ, ജീവൻ. അതിനുടനെ തന്നെ തീരുമാനമാകുന്ന എനിക്ക് തോന്നുന്നത്. അതന്നെ നീ അങ്ങനെ പറഞ്ഞത്. റോസലിനുമായുള്ള വിവാഹക്കാരെ സീരിയസ് ആയിട്ടാണോ എന്ന് ജീവൻ ചോദിച്ചെന്ന് രാവിലെ ജീവനുള്ള ഫുഡ് കൊടുക്കാൻ ചെന്നപ്പോൾ മനാഫ് പറഞ്ഞതാ. അപ്പം ചെറിയ ആട്ടുണ്ടല്ലേ, നമുക്ക് ആട്ടം നല്ലതുപോലെ ഒന്ന് കൂട്ടിയാലോ? എങ്ങനെ? ജീവൻ കാര്യമായി എന്തോ ആലോചിച്ച് കിടക്കുന്നത് കണ്ടാണ് മോളിക്കുട്ടി അവിടേക്ക് വന്നത്. മനാഫിനെ നോക്കിയതും അവൻ തുടങ്ങിക്കോളാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. മനാഫിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ഉമ്മ എന്നെ വിളിച്ചായിരുന്നു. ചാർജ് തീർന്നു ഓഫായതാ, ഞാൻ ശ്രദ്ധിച്ചില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞോ? ഇല്ല, തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. മനാഫ സംസാരിക്കാനെന്ന വ്യാജനം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. മോളിക്കുട്ടി ജീവൻ്റെ അടുത്ത് തന്നെ തത്തി തത്തി നിന്നു. ജീവൻ ഇപ്പം എങ്ങനെയുണ്ട്? വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഇവിടെ കാരണങ്ങളൊന്നും ഇല്ലല്ലോ. അതെ അതെ, ഞാനും അത് പറയാൻ വരുമായിരുന്നു. ആരെയോ പ്രതീക്ഷ എന്ന പോലെ പുറത്തേക്ക് എത്തി നോക്കുന്നതിനിടയിൽ മോളിക്കുട്ടി പറഞ്ഞു. ഇതേ സമയം ഹാളിൽ ഈ മുട്ടായി നിന്നോണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞു പോയി ചെയ്യേ. ഈ ടീനിറ്റ് പോയാൽ പോരി, നല്ല ശേഷുണ്ട്. അതൊക്കെ വന്നിട്ട് കഴിക്കാലോ, കൂടുതലൊന്നും ഇല്ലല്ലോ. രണ്ട് ഡയലോഗ് ഒന്ന് പോയി പറഞ്ഞിട്ട് വന്ന മക്കളെ. പോവാ പാജിമോലെ പാഞ്ഞിട്ട് മോനെ കിഞ്ഞിന് പോയി കച്ചാമേ. അവരിൽ ഒരാൾ പറഞ്ഞാൽ മറ്റേ ആൾക്ക് അത് എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത് നിർത്തി ഇരുന്നിടത്തും ചാടി എഴുന്നേറ്റു. രണ്ടുപേരും കയ്യും പിടിച്ച് ജീവന്റെ മുറിയിലേക്ക് നടന്നു. പാതി എത്തിയപ്പോൾ ഒന്ന് നിന്ന് വൈകിയെ തലചരിച്ച് നോക്കി. എന്താ? അവയെ പോയി പയ്യന് മഞ്ഞു പോയി. എൻ്റെ ദൈവമേ, വെളുക്കാൻ കാലം വരെ ഞാൻ വെള്ളം കോരിയത് ഇതിനായിരുന്നു. ഇവിടെ വാ രണ്ടും, ഞാൻ പറയുന്നത് നല്ലപോലെ കേൾക്കണം. എന്നിട്ട് ഇതുപോലെ ചെന്ന് ജീവന്റെ മുറിയിൽ നിൽക്കുന്ന മോളിക്കുട്ടിയോട് പറയണം, മനസ്സിലായോ? മനസ്സിലായി. കർത്താവേ, ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുക? ഇവന്റെ ജാതകം കൂടി ഇനി ചോദിക്കാൻ ബാക്കിയുള്ളൂ. എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, നല്ല ചൂടായിരുന്നു പറയുമായിരുന്നു. മോയി മാമ ജോപ്പാപ്പറ്റിയും പിന്നെ അല്ല തേയില പോ. മുറിയിലേക്ക് ഓടിക്കയറി വന്ന് ആദ്യം പറഞ്ഞതും ജീവൻ പകച്ചു പോയി. എന്താടാ, എന്താ പറ്റിയേ? എന്തിനെ കുഞ്ഞ് ഓടി വന്നത്? പാപ്പയെ തേലം ചേച്ചി ടീമിന് അമ്മയെ വിളിച്ചാൽ മഞ്ഞാ ഞാൻ. തേലമോ? തൈലമാ ജീവ. ഇന്നലെ ഉറക്കത്തിൽ ഇച്ചായ കാട്ടിയിൽ നിന്ന് ഉരുണ്ട് വീണു. അപ്പം തൊട്ട് തുടങ്ങിയതെന്ന് നടുവേദന. അത് തിരുമാൻ പറയാൻ വന്നതാ ഇവര് അല്ലേ? ആയേ പാമ്പേ, വഞ്ഞാലേക്ക് ഇന്നിന് പോയി കാച്ചാൻ പറ്റൂ. ജീവൻ മനസ്സിലാവാതെ മോളിക്കുട്ടിയെ നോക്കി. ഈ പിള്ളേരുടെ ഒരു കാര്യം, മിഠായി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാവും ഈ ചായം പറഞ്ഞു വിട്ടത്. ഞാനെന്നാ ചെല്ലട്ടെ, ഡേവിക്ക് തിരക്കാക്കിയ. ഇവിടെ ഇപ്പൊ സഹായത്തിന് മനാഫല്ലേ ഉള്ളൂ.
അച്ഛനാണെങ്കിൽ ഈച്ചാനെ പിടിച്ച് എണീപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ തന്നെ ചെയ്യണം. മോലിമ ഇവിടെ വഞ്ഞിപ്പോ ഞാൻ മുറ്റായി തന്നെ പഞ്ഞല്ലോ. മുറ്റായി വിജയ് പപ്പ പറഞ്ഞതല്ലേ, അതുകൊണ്ട് വാങ്ങിത്തരും. ഇപ്പൊ ചെല്ലാൻ നോക്കി രണ്ടുപേരും. ആദ്യം അന്നയും പോയ പിറകിൽ മനാഫ് കയറി വന്നു. അവനെ കടത്തുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ മോളിക്കുട്ടി ചിരിച്ചു. ഉമ്മ എന്നെ പറഞ്ഞു. ഉമ്മയുടെ അകന്നമത്തിലൊരു പയ്യനുണ്ട്, ആക്സിഡൻ്റായി കിടക്കുക. അതുകൊണ്ട് അവിടെ വരെ ഞാൻ പോകണം പോലും. ഇവിടുന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട്. ഉമ്മ കാര്യമായി പറയുമ്പോൾ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. മനാഫ് പൊക്കോളൂ, ഇവിടെ ജീവനെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ. മനാഫ് പോകുന്നു എന്ന് കേട്ടതും ജീവൻ വല്ലാതെയായി. സത്യത്തിൽ എങ്ങനെയാ പോകുന്നതെന്ന് ചിന്തിക്കുമോ ഞാൻ. ജീവന്റെ കാര്യം നോക്കാനല്ല ഞാൻ വന്നത്. സർജറിക്കാണെങ്കിൽ ഇനി 2 ആഴ്ചയുള്ളൂ. അതോത്ത് ടെൻഷൻ അടിക്കണ്ട, ഇവിടെ ഇപ്പോൾ സഹായത്തിന് ആളുകളുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ മാലിക്കിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയാം. മുത്തൂർ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്ക് അധികം ദൂരമല്ലല്ലോ. എനിക്ക് അവിടെ നിന്നേ പറ്റൂ. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മനാഫ് ചെയ്താൽ മതി. ജീവന്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും പാടില്ല. ജീവ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങനൊരു ആവശ്യം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ പോയില്ലായിരുന്നു. ഏയ് സാരല്ലടാ, നീ പോയിട്ട് വാ. എന്തായാലും ഞാൻ അപ്പോഴും ഇതേ കിടത്തായിരിക്കും. എണീറ്റ് നടക്കൊന്നുമില്ലല്ലോ. ആവശ്യമില്ലാതെ പറയല്ലേ. ഈ 2 സർജറി കൂടി കഴിഞ്ഞാൽ നീ എണീക്കും, എനിക്ക് ഉറപ്പാ. ജീവൻ വെറുതെ അവനെ നോക്കി ചിരിച്ചു. എന്തുകൊണ്ടോ അവന് സർജറി ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. തൻ്റെ ജീവിതം ഇനിയൊന്നും കട്ടിലിൽ തന്നെ ആയിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ജീവന്റെ മുഖം കണ്ടാൽ അറിയാം ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്. പക്ഷേ ഞങ്ങൾക്കുണ്ട്, അല്ലേ മനാഫേ? തീർച്ചയായും. മനാഫ് പോയപ്പോൾ മുതൽ മുറിയിൽ ഏകാന്തം അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു ജീവന്. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ അത് അതിയായി ആഗ്രഹിച്ചു. ശബ്ദമുയർത്തി വിളിച്ചു നോക്കിയാലോ എന്ന് പലവട്ടം ചിന്തിച്ചു. പിന്നെ അത് വേണ്ടെന്ന് വെച്ച് പുറത്തേക്ക് നോക്കിക്കിടന്നു. പക്ഷേ എത്ര നേരം അതിന് കഴിയും? അവന് വല്ലാതെ ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു. റോസിലും തുറന്നു കിടന്ന വാതിൽ കൂടി അകത്തേക്ക് എത്തി നോക്കി. ജീവൻ പതിവ് പോലെ പുറത്തേക്ക് നോക്കി കിടക്കുകയാണ്. മനാഫ് അത്യാവശ്യമായി പോയെന്നും കുറച്ച് ദിവസം ജീവന്റെ കാര്യങ്ങൾ താൻ നോക്കണമെന്നും വൈകി ചേച്ചിയാണ് വന്ന് പറഞ്ഞത്. ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സാറുമായുള്ള ഒന്നിച്ചുള്ള സമയം താനും ആഗ്രഹിച്ചത് കൊണ്ട് അവൾ അതിന് സമ്മതിച്ചു. വാതിലിൽ ആരോ നിൽക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ജീവൻ അവിടേക്ക് നോക്കിയത്. റോസിലിനെ അവിടെ കണ്ടതും അവൾ അവിടെ പ്രതീക്ഷിക്കാത്തതുപോലെ അവൻ നോക്കിക്കിടന്നു. കുറച്ച് സമയം അവിടെ നിന്നിട്ടും അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൾ അകത്തേക്ക് കയറി. മനാഫ് പോയെന്ന് ചേച്ചി പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവൾക്ക് മുഖം കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും അവിടെ നിന്ന് പോകാൻ പറയാൻ അവന് കഴിഞ്ഞില്ല. സാർ, കുറച്ച് വെള്ളം. റോസലിന് അവന് വെള്ളം കൊടുത്തു. 2 വാക്ക് കുടിച്ചപ്പോൾ തന്നെ അവൻ മതിയെന്ന് പറഞ്ഞു. അവൾ പോകാതെ അവിടെ തന്നെ നിന്നു. അവനൊന്നും സംസാരിച്ചതുമില്ല. താൻ നിൽക്കുന്നത് അവന് ഇഷ്ടപ്പെടുമോ എന്നായിരുന്നു അവളുടെ സംശയം. എന്നാൽ പോവാനൊട്ടും മനസ്സ് സമ്മതിക്കുന്നില്ല.